കാര്യങ്ങൾ ഇന്ന് ചെയ്യാതെ നാളെ ആവട്ടെ പിന്നത്തേക്കാവട്ടെ എന്ന് മാറ്റിവെക്കുന്ന ശീലമുള്ളവരാണോ? അങ്ങനെയാണെങ്കിൽ അത് നമ്മളുടെ ഗ്രോത്തിനെ അല്ലെന്നുണ്ടെങ്കിൽ ഭാവിയിലേക്ക് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടേക്ക് എത്താനുള്ള ആ യാത്രയെ സാരമായി ബാധിക്കും എന്ന് പല പ്രാവശ്യവും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഒരു കസ്റ്റമർക്ക് പറ്റിയ ഒരു കാര്യം ഞാൻ പറയാം. അദ്ദേഹം പ്രമേഹ ബാധിതനായിരുന്നു. 45 വയസ്സ് പ്രായമുണ്ട്. പ്രമേഹം മൂലം അദ്ദേഹത്തിന് സംഭവിച്ച ശാരീരിക ബുദ്ധിമുട്ടുകൾ, അതായത് പ്രത്യേകിച്ച് വെയിറ്റ് കുറഞ്ഞു പോയി, പിന്നെ ക്ഷീണം, ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയ വെയിറ്റ് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ സംശയം. ടിപ്പുകളൊക്കെ പറഞ്ഞു കൊടുത്തു. ആ കാര്യങ്ങളൊക്കെ കൃത്യമായി അദ്ദേഹം ചെയ്തു കഴിഞ്ഞ് പോയ വെയിറ്റിൽ ഒരു 3-4 കിലോയോളം കൂട്ടിയെടുക്കാനും 2-3 മാസം കൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞപ്പോൾ ആരോഗ്യമൊക്കെ വീണ്ടെടുത്തപ്പോൾ അദ്ദേഹത്തിന് ഒരു മടി സ്വഭാവം വന്നു. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞൊരു കാര്യം ചെയ്യൂ, ജിമ്മിൽ ജോയിൻ ചെയ്യൂ. എക്സസൈസ് ചെയ്യാനൊക്കെ പറഞ്ഞു കൊടുത്തൊക്കെ 1-2 ദിവസമൊക്കെ വീട്ടിൽ ചെയ്ത് നിർത്തിപ്പോയതുകൊണ്ടാണ് പിന്നെ ജിമ്മിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ജിമ്മിലൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ ഒരു കമ്മ്യൂണിറ്റിയാണ്, കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെ നിന്ന് ചെയ്യുന്ന സമയത്ത് നമുക്കത് മുടക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ജിമ്മിൽ ജോയിൻ ചെയ്യാൻ അദ്ദേഹത്തിനോട് ഞങ്ങൾ സജസ്റ്റ് ചെയ്തു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ബോഡി ഒന്ന് സെറ്റ് ആവട്ടെ, എനിക്ക് ഐഡിയൽ വെയിറ്റ് എൻ്റെ 65 കിലോയാണ്. 65 കിലോയിൽ ഇപ്പോൾ എനിക്കൊരു 58 കിലോയോളം ആയി. ഒരു 60-62 കിലോ ആയി കഴിയുമ്പോൾ ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തോളാം. അപ്പോൾ ഞങ്ങൾ അന്നേരം അദ്ദേഹത്തിനോട് പറഞ്ഞത്, നിങ്ങൾ വെയിറ്റ് ഇനിയും കൂടണമെന്നുണ്ടെങ്കിൽ, ഐഡിയലായ വെയിറ്റിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇനി ജിമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കൂട്ടാനുള്ള മാർഗ്ഗം, അല്ലെന്നുണ്ടെങ്കിൽ പ്രമേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാനുള്ള എളുപ്പമായിട്ടുള്ള വഴി എന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷെ അദ്ദേഹം ഈ ജോയിൻ ചെയ്യാതിരിക്കാൻ, അല്ലെ എക്സസൈസ് ചെയ്യാതിരിക്കാനുള്ള കാര്യമായിട്ട് കണ്ടുപിടിച്ചത് അദ്ദേഹത്തിന്റെ പഴയ വെയിറ്റിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി അതിനുള്ള സമയം കൊടുക്കുക എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായിട്ട് ആ റൂട്ടീൻ കാര്യങ്ങളെല്ലാം തെറ്റിയപ്പോഴത്തേക്ക് പ്രമേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ, അനുബന്ധ ബുദ്ധിമുട്ടുകൾ അറിയാമല്ലോ, പിന്നെ ക്ഷീണം, തളർച്ച, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെയും അദ്ദേഹത്തിന് വരാൻ തുടങ്ങി. പിന്നെയും ഞങ്ങളിലേക്ക് വന്നു. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് കൃത്യമായി ചെയ്യാൻ, അതായത് ജിമ്മിൽ ഞങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്ത ഒരു ജിമ്മിൽ അദ്ദേഹം ജോയിൻ ചെയ്യുകയുണ്ടായി. ഇപ്പോൾ ഐഡിയൽ വെയിറ്റിലേക്ക്, അതായത് 65 കിലോ വെയിറ്റിലേക്ക് എത്തി. അപ്പോൾ പലപ്പോഴും നമ്മൾ ക്ഷീണം, തളർച്ച അതുപോലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് എക്സസൈസ് ചെയ്യുന്നത് ബോഡിയൊക്കെ സെറ്റായിട്ട് മതി, അല്ലെ നാളെ ചെയ്യാം, അല്ലെ ജാനുവരി 1 മുതൽ ചെയ്യാം, അല്ലെ ഓണം കഴിഞ്ഞ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ മാറ്റി വെക്കും, നിസ്സാരമായിട്ട് കാണും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പ്രത്യേകിച്ച് ചെറുപ്രായത്തിലുള്ളവർ തന്നെ, അതായത് 25-30 വയസ്സൊക്കെ ഉള്ളവരൊക്കെ തന്നെ ഹാർട്ട് അറ്റാക്ക് പോലുള്ള, ക്യാൻസർ പോലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് ചെറുപ്പക്കാർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് എക്സസൈസ് ചെയ്യുന്നത് ഒരു കാരണവശാലും ഒരു ദിവസം പോലും മുടക്കാതിരിക്കുക. ഇവൻ ഞായറാഴ്ചയും ചെയ്യണമെന്നാണ് ഞങ്ങളുടെ കസ്റ്റമേഴ്സിനോട് ഞങ്ങൾ പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന ശീലം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് എക്സസൈസ് പോലുള്ള കാര്യങ്ങളിൽ, അതൊരിക്കലും മുടക്കാതെ കൃത്യമായി ചെയ്തു പോകാൻ എല്ലാവരും ശ്രദ്ധിക്കണം. താങ്ക് യു.